അള്ളാന്റെ മാർഗത്തിൽ എന്ത് കൊടുത്തു എന്ന് ചോദിച്ച അവനാന്റെ പള്ളിയിലെ പാട്ട പോലും പിരിവിലേ വാങ്ങൂ. നമ്മൾ തമാശക്ക് പറയാറില്ലേ, ഏതെങ്കിലും ഒരു മൂത്രപ്പുരയിൽ ഒരു വക്കില്ലാത്ത കൈയില്ലാത്ത പാട്ട കണ്ട കമ്മിറ്റിക്കാരനെ 4 ചീത്തയാ. ഒരു 15 ഉറുപ്യ മുടക്കിയിട്ട് ഒരു പാട്ട വാങ്ങിക്കൊണ്ടാക്കാൻ പോലും മനസ്സ് പാകപ്പെടാത്ത നമ്മളോട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഒരു വാക്കുണ്ട്, ഒരിക്കലും പിശാച നിങ്ങളെ ദാരിദ്ര്യത്തെ പറഞ്ഞു പേടിപ്പിക്കുന്നത്. കൊടുത്തതിന്റെ പേരിൽ പടച്ചോൻ ഒരാളെയും കുഴക്കിയിട്ടില്ല, ഒരാളെ അല്ലാഹു തആല കുഴക്കിയിട്ടില്ല. പക്ഷേ പിശാച് നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞു പേടിപ്പിക്കും. സകല മ്ലേച്ഛതയും അവൻ നിങ്ങളെ പഠിപ്പിക്കും. ഇല്ലാ പാട്ട് നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കുമേ. കൊടുക്കാൻ കഴിവുണ്ടായാലും എവിടുന്ന്, എനിക്ക് തന്നെ ഇപ്പൊ മുട്ടി നിൽക്കുക, ഇതാണല്ലോ ആൾക്കാരെ വർത്താനം. ഒരു 10 ഉറുപ്യ വായ്പ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 മാസം കൊണ്ട് തിരിച്ചു തരാം, ഇന്നലെയാണേ നോക്കൈനും ഞാൻ തന്നെ ഇപ്പൊ ഒരു 20 ഓടുകയാണ്. ഇതാ വർത്താനം. ഒരു മ്ലേച്ഛത അവന്റെ നാവുമ കൊണ്ടുവരും പടച്ചോനെ, കൊടുക്കാൻ മനസ്സില്ലാത്തവന്റെ നാവില്. സർവ മ്ലേച്ഛത്തരവും പറയുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു തലോമപ്പെടുന്നു, വല്ലാഹു യഅദികും മഗ്ഫിറതൻ മിൻഹു, എങ്കിൽ അല്ലാഹു നിങ്ങളോട് കരാറ് ചെയ്യുന്നു. കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ദുനിയാവിൽ കൊടുത്ത ഓരോ കാലണക്കും നിരവധി പാപമോചനം അല്ലാഹു നിങ്ങൾക്ക് വകവെച്ചിട്ടുണ്ട്. വഫളൻ വല്ലാഹു വാസിഉൻ അലീം, അതിനേക്കാൾ ശ്രേഷ്ഠതയും അല്ലാഹു വിശാലമായ കാര്യങ്ങളെ പറ്റി അറിയുന്നവനാണ്. അതുകൊണ്ടായിരുന്നു ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി തന്റെ കയ്യിലുള്ള സമ്പത്ത് ഉപയോഗിച്ച് ഒരു കാളക്കൂറ്റനെ വാങ്ങി ആ കാളക്കൂറ്റനെ അറുത്ത് പാകം ചെയ്ത് വിതരണം ചെയ്തു. ഒരാടിനെ അറുത്ത് പാകം ചെയ്ത് വിതരണം ചെയ്തു. അവസാനം വീട്ടിലേക്ക് കയറി വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ സംഭവം വിശദീകരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആയിഷ ബാക്കി എന്തുണ്ട്? ആയിഷ റളിയല്ലാഹു തആല പറയും, നബിയെ കുളമ്പ് മാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സങ്കല്പിച്ചോക്കണേ, ആടിന്റെ കുളമ്പ് മാത്രം നബി, അഥവാ അടിഭാഗത്തുള്ള ആ കുളമ്പ് ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ പറഞ്ഞു, കുളമ്പല്ലാത്തതെല്ലാം നിനക്ക് കിട്ടി ആയിഷ, കുളമ്പല്ലാത്തതെല്ലാം നിനക്ക് കിട്ടി ആയിഷ. എവിടെ കിട്ടി? ആഖിറത്ത് കിട്ടി. ആയിഷ ബീബി പറഞ്ഞെന്താ, ഇവിടെ ആകെ കുളമ്പേ ഉള്ളൂ നബിയെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞതോ, കുളമ്പല്ലാത്തതൊക്കെ എനിക്ക് കിട്ടിയത് ആയിഷ. എന്ത് രസകരമായ ഒരു സന്ദേശ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മനോബലം, നമ്മൾ ദുനിയാവിന്ന് മടങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പടച്ചോൻ എന്റെ കബറിലേക്ക് എനിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് എനിക്ക് കണ്ടുവെച്ച് പോണം എന്നൊരു ചിന്ത പോലും നമ്മളെ ഹൃദയത്തിലില്ലെങ്കിൽ ഈമാനേ ഉള്ളൂ. വിശ്വാസത്തിന്റെ കരുത്തിന്റെ ഈ മനോബലം നമുക്ക് നേടാൻ പറ്റിയിട്ടില്ല. സഹാബാക്കളായ മുഴുവൻ സഹാബാക്കളും ആഗ്രഹിച്ചു പോയതും അതാ. അതുകൊണ്ടാ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുണ്ട് കടം കൊടുക്കാൻ എന്ന് ചോദിച്ചപ്പം താൻ ഓടിച്ചെന്ന് വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഇരുമ്പിന്റെ കഷണവുമായി ഓടി വരുന്ന സഹാബത്തിന്റെ ചരിത്രം പോലും ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതേ ഉള്ളൂ എന്റെ വീട്ടില് തെരഞ്ഞുകിട്ട് കിട്ടിയ ഇരുമ്പിന്റെ കഷണവുമായി ഓടിക്കതച്ചു വരുന്ന സഹാബിയെ നോക്കി മറ്റുള്ള സഹാബാക്കൾ പോലും സങ്കടപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ, നബിയെ പണക്കാർ അവരുടേത് കൊടുത്തു സ്വർഗം വാങ്ങുമ്പോ അള്ള തന്നതിൽ നിന്ന് ഞങ്ങളും സ്വർഗം വാങ്ങേണ്ട റസൂലേ എന്ന് ചിന്തിച്ചൊരു ഈമാന്റെ ബലം ഉണ്ടല്ലോ മനസ്സ്, അതൊരു വല്ലാത്ത മനസ്സാണ്, അതൊരു ഈമാന്റെ ബലം തന്നെയാണ്. പക്ഷെ ഇന്നതില്ലാണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രവർത്തനങ്ങളിൽ പലതും ഇന്ന് പാതി വഴിയിൽ നിന്നുകൊണ്ടിരിക്കുക. പലപ്പോഴും പല നാടുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? മാസത്തിൽ വീട്ടിന്റെ മോന്തായത്തിൽ ആകാശത്തേക്ക് തിരിച്ചു വരച്ച കൊടക്ക് മാസം ചുരുങ്ങിയത് 230 ഉറുപ്യ, ഓന്റെ വരിസംഖ്യ 120 ഉറുപ്യ. 120 കിട്ടാൻ 4 തവണ വീട്ടിൽ കയറി ഇറങ്ങണം, ഇല്ലെങ്കിലോ മരിക്കണം. മരിച്ച അന്ന് കുടുംബക്കാരോട് പള്ളി കമ്മിറ്റിക്കാർ പറയും, വരിസംഖ്യന്റെ കുറെ ബാലൻസ് ഉണ്ട്, അത് തരണം. അതുവരെ കൊണ്ടു കിടക്കുക. ഒരു 20 ഉറുപ്യ വർദ്ധിപ്പിച്ച ചോദ്യം ചെയ്യാൻ ആള് വരും. പെരുന്നാൾ പൈസ ഒരു 50 ഉറുപ്യ കൂട്ടിയാൽ ചോദ്യം ചെയ്യാൻ ആള് വരും. വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള പെരുന്നാൾ പൈസ ചോദിച്ചാ. അതുകൊണ്ട് ആ ഈമാൻ ഒരു മനുഷ്യനെ സ്വാധീനിക്കേണ്ടത് അവന്റെ മനോബലത്തിലാണ്. എനിക്ക് ചെയ്താൽ എന്റെ ആഖിറത്തിൽ എനിക്കത് ഗുണകരമായി കിട്ടും എന്നൊരു ചിന്ത. ആ വിശ്വാസം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും അത്തരക്കാരുടെ പര്യവസാനം ഏറ്റവും ഭംഗിയായ നിലയിലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്.